നട തുറക്കുന്നത് പുലർച്ചെ 5 മണിക്കാണ്. പക്ഷെ അവിടെ ഇപ്പോൾ അത്യാവശ്യം നല്ല തിരക്കായിട്ടുണ്ടാകും, കാരണം ഇപ്പോൾ സൺഡേ അല്ലേ. ഈ അമ്പലത്തിന്റെ പരിസരത്തൊന്നും ഈച്ച കുഞ്ഞു പോലും ഇല്ല. നമ്മൾ കുറച്ച് നേരത്തെയാണെന്ന് തോന്നുന്നു. അപ്പോൾ പോയ സമയത്ത് ഞങ്ങൾ പോയി പെട്ടത് പേ പാർക്കിങ്ങിലായിരുന്നു. അല്ല സോറി, ഞങ്ങൾ പോയി പെട്ടത് പേ ചെയ്തിട്ട് ദർശനം നടത്തുന്ന ഭാഗത്തേക്കായിരുന്നു. പതക്കുന്നൊക്കെ ഉണ്ട് ആണല്ലേ, കേടായതാ. ഗുഡ് മോർണിംഗ് ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം ടൈം 2:30 അല്ല, ഒരു 2:45 3 മണി ആവാനായിട്ടുണ്ട് പുലർച്ചെ. ഞാൻ 1:30 ആകുമ്പോഴേക്കും കുളിച്ച് മാറ്റി റെഡി ആയിരുന്നത്. കാരണം ഞാൻ സാരിയാണ് ഉടുക്കുന്നത്. അപ്പോൾ അവർക്ക് അല്ലാത്ത ചുരിദാറും സ്കേർട്ടും ടോപ്പും അങ്ങനെയൊക്കെയാണ്. അപ്പം ഞാൻ വൈകും വിചാരിച്ച് ഞാൻ നേരത്തെ എണീറ്റ് കുളിച്ച് ഒരുങ്ങി. ആരും മാറ്റിയിട്ട് ഒരുങ്ങിയിട്ടൊന്നുമില്ല. ഫസ്റ്റ് തന്നെ എൻ്റെ കഴിഞ്ഞു. ഇനി അവരെ വെയിറ്റ് ചെയ്യണം. നട തുറക്കുന്നത് പുലർച്ചെ 5 മണിക്കാണ്. പക്ഷെ അവിടെ ഇപ്പോൾ അത്യാവശ്യം നല്ല തിരക്കായിട്ടുണ്ടാകും, കാരണം ഇപ്പോൾ സൺഡേ അല്ലേ. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ഒന്ന് ചീറപ്പാക്കി മാറ്റിച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ അമ്പലത്തിലെത്തണം. ഇതാണ് കേസ് ഇന്നത്തെ എൻ്റെ ഔട്ട്ഫിറ്റ്. ഗൈസ് 4:15 ഞങ്ങൾ അമ്പലത്തിലേക്ക് പോവുകയാണ്. ഇവിടെ ഒന്നും ആരുമില്ല. ഗൈസ് വരിയൊന്നും വലിയ ക്യൂ ഒന്നും ഇല്ല എന്ന് പ്രതീക്ഷിക്കുകയാണ്. എന്താണ് അവിടുത്തെ അവസ്ഥ എന്നൊന്നും അറിയില്ല. നട തുറക്കാൻ ഇനി 1 hour ഉണ്ട്. 1 hour ഇല്ല, ഒരു 3/4 മണിക്കൂർ, അരമണിക്കൂറിനടുത്തുണ്ട്. എന്തായാലും അരമണിക്കൂറിന് മേലെ ഉണ്ട്. നോക്കാം വരീൻ്റെ അവസ്ഥയൊക്കെ. പെട്ടെന്ന് തൊഴുത് കഴിയാൻ പറ്റട്ടെ. അവിടെ ഒരു കാള നിൽക്കുമ്പോൾ കണ്ടു. രാത്രി കാണുന്നില്ല. അമ്പലത്തിൻ്റെ പരിസരത്തൊന്നും ഒരു ഈച്ച കുഞ്ഞു പോലും ഇല്ല. നമ്മൾ കുറച്ച് നേരത്തെയാണെന്ന് തോന്നുന്നു. ക്യൂ തുടങ്ങിയിട്ടുണ്ട് ഗേസ്, ക്യൂ തുടങ്ങിയിട്ടുണ്ട്. 4 കുറച്ച് പേരേ ഉള്ളൂ. അപ്പം നമുക്ക് വേഗം തൊഴാം. വലിയ ക്യൂ ഒന്നുമില്ല. അതിന് മുന്നേ നമ്മളെത്തി. ഭാഗ്യം രക്ഷപ്പെട്ടു ഗേസ്. നമ്മുടെ പ്ലാനിങ് ഒക്കെ ശരിയായിരുന്നു. നിങ്ങളിൽ ആർക്കൊക്കെ മുല്ലപ്പൂവിൻ്റെ ക്രേസ് ഉണ്ട്? എനിക്ക് മുല്ലപ്പൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് ഇഷ്ടമുള്ളൊരു സംഗതിയാണ് കേട്ടോ. മുല്ലപ്പൂ എന്തായാലും വാങ്ങണം. മുല്ലപ്പൂ കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്. ഇതൊക്കെ 50. ഏതാ നല്ലതേട്ടാ? മുല്ലപ്പൂ 50 അല്ല ചേച്ചി, ഓർക്ക് കാണാം. സ്ലൈഡ് ഉണ്ടോ? അതിൻ്റെ കാലത്തിന് 100 രൂപയാണ്. ഒരു താലെടുത്തോട്ടെ. മോളെ കയ്യിലെന്താ? ഇതെന്താ? ആരും വന്നതാ? ഇത് അമ്പലത്തിലേക്കുള്ള വഴിപാടല്ല. നമ്മൾ എന്തെങ്കിലും മനസ്സിൽ വിചാരിച്ചിട്ട് അവിടെ വെച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. താലം പൂക്കളൊക്കെയാണുള്ളത്. തൊഴുതിറങ്ങിയിട്ടോ. ഞങ്ങൾക്ക് ഭാഗ്യത്തിന് മുന്നിലെത്തിയതുകൊണ്ട് വരീൻ്റെ മുന്നിലെത്തിയതുകൊണ്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് തൊഴാൻ പറ്റി. ഇപ്പം നല്ല തിരക്കാണ്. 5:30 ആയിട്ടേ ഉള്ളൂ. അപ്പോഴത്തേക്കും നല്ല തിരക്കായി. ഇനി മോക്ക് അരിയിൽ എഴുതിക്കാൻ ഷീട്ടാക്കിയിട്ടുണ്ട്. അതോടെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിക്കുകയുള്ളൂ. അപ്പം അതുവരെ അമ്പലത്തിൽ നിൽക്കണം.
വേറൊരു സംഭവം ഉണ്ടായത് എന്താ അറിയോ, ഞങ്ങൾ തൊഴാൻ വേണ്ടി ഇറങ്ങുന്ന സമയത്ത് നല്ല മഴയായിരുന്നു. അപ്പം ഞങ്ങളെ മുന്നിലുള്ള കുറച്ച് ആളുകൾ ക്യൂവിലേക്ക് പോയി. അപ്പം ഞങ്ങൾ ഓട്ടോമാറ്റിക്കലി എൻ്റെ ബാക്കിലേക്ക് പോയി. ഞാനും അമ്മേൻ്റെ ചേച്ചി ആയിരുന്നുണ്ടായിരുന്ന വലിയമ്മ. അപ്പോൾ പോയ സമയത്ത് ഞങ്ങൾ പോയി പെട്ടത് പേ പാർക്കിങ്ങിലായിരുന്നു. അല്ല സോറി, ഞങ്ങൾ പോയി പെട്ടത് പേ ചെയ്തിട്ട് ദർശനം നടത്തുന്ന ഭാഗത്തേക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ പറഞ്ഞു അയ്യോ അറിയില്ലായിരുന്നല്ലോ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു സാരമില്ല, അറിയാതെയല്ലേ, 3 ആളല്ലേ ഉള്ളൂ, ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇപ്പോൾ കയറി തൊഴാൻ പറ്റി. നല്ല എന്താ പറയുക, സുഖമായിട്ട് തൊഴാൻ പറ്റി. അതൊരു അങ്ങനെ എന്താ പറയുക, പ്രതീക്ഷിക്കാതെ അങ്ങനെ പെട്ടെന്ന് തൊഴാനും സുഖമായിട്ട് അമ്മനെ കണ്ട് തൊഴാൻ പറ്റിയത് ഭയങ്കര സന്തോഷമായി. അവരങ്ങനെ കയറ്റി വിടുന്നില്ല, ഭയങ്കര സ്ട്രിക്റ്റാണ്. പക്ഷെ എന്തോ ഞങ്ങൾക്ക് കുറച്ച് ആളുകളല്ലേ ഉണ്ടായിരുന്നുള്ളൂ ആ ഭാഗത്ത്, അതുകൊണ്ടായിരിക്കും തൊഴാൻ പറ്റിയത്. ഞങ്ങൾ ചോറിന് കൊടുക്കുന്ന സ്ഥലത്ത് വന്നിരിക്കുക കേട്ടോ. ഞങ്ങൾ അരിയിലിരിക്കുന്ന സ്ഥലത്ത് വന്നിരിക്കുക കേട്ടോ. കൂടുതലാ, കുറവല്ല. പേ പാർക്കിങ് അമ്പലത്തിൽ നിന്ന് അരിയിലൊക്കെ ഇടിച്ച് ഇറങ്ങി, പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഇപ്പോൾ റൂമിലേക്ക് പോവാം കേട്ടോ. വെക്കേറ്റ് ചെയ്യുന്ന 9 മണിക്കല്ലേ, അപ്പോൾ അതിനുള്ളിൽ നമുക്ക് അവിടെ നിന്ന് ഇറങ്ങണം. ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇവിടെ നിന്ന് നമുക്ക് ബൈന്ദൂരിലേക്ക് കയറണം. ബൈന്ദൂരിലാണ് നമ്മുടെ ട്രെയിൻ വരിക. ബൈന്ദൂരിലെത്തി ഫുഡ് കഴിച്ചിട്ട് ട്രെയിനിൽ കയറണം എന്നാണ് വിചാരിക്കുന്നത്. ഇപ്പം ടൈം 9:15. ഹാഫ് ആൻ അവർ ഗ്യാപ്പിൽ ബസ് ഉണ്ട് എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഒരു ബസ് പോയി, നമ്മളെ കൂടെ ഉള്ളവരെത്തിയില്ല. നോക്കാം. കുടുംബക്കാര് പല ഇതുണ്ട്. കാണാൻ നല്ല രസമുള്ളൊരു റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ അത്. ബൈന്ദൂർ ഒരു വില്ലേജിലാണ് കേട്ടോ റെയിൽവേ സ്റ്റേഷൻ. ഇപ്പം ടൈം 11 2:30 ട്രെയിന്. അപ്പോൾ അത്രയും നേരം നമ്മളിവിടെ ഇരിക്കണം. ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് നമ്മൾ ട്രെയിന് കയറും. പിന്നെ നമ്മളെ നാട്ടിൽ കോഴിക്കോട് എത്തുക 9:45 10 മണിയൊക്കെ ആവും. ജീവിതം മതിയാക്കിയോ?
ചേച്ചിയെ ട്രെയിനോ എവിടെ? അത് ലൈറ്റ് അല്ല, വെയിലില്ലേ, വെയിലിന്റെ ഇതില് ഇത് തിളങ്ങണ. ഇനി ചാവലുണ്ടാവില്ല, ആ പ്രായമൊക്കെ കഴിഞ്ഞില്ലേ. ഇത് വാങ്ങിയോ? ആരുണ്ടായിനു? ലോക്കറ്റുണ്ട്. ആ അമ്പടാ നല്ല രസമുണ്ട്. ആ അതുള്ള രസമുണ്ടല്ലേ. അളിയന് കുർത്തടിപ്പിക്കുക, അതിന്റെ കൂടെ കെട്ടാ നല്ല രസമുണ്ടാവും. മറ്റേ വയലറ്റ് അല്ലേ? ശേ, ഞാൻ എന്റെ ബ്ലൗസ് ഇട്ട് വന്നേനെ. പേര് ചേച്ചി വന്ദേ ഭാരത് വന്നു പോയണ്ടോ? അത് ഒരു ഇതും ഇല്ലാണ്ടാ പോവാ. ഓ, അവിടുന്ന് വരുന്ന പെട്ടെന്ന് ശ്രദ്ധിക്കാം, എവിടെ നിന്നൊക്കെ വരുന്ന കാണാം നമുക്ക്. വിഷ്ണുപ്രിയ എന്താ ജീവിതം മടുത്തു. എങ്ങനെ എവിടുന്ന് തുടങ്ങണം എന്നറിയില്ല. ആ ഒരാൾക്ക് കിടക്കാനുള്ള സ്ഥലം കണ്ടില്ലേ? അപ്പൊ ഈ തല വെക്കുന്ന എന്തിനാ മനുഷ്യന്മാര്? ഉടല് ഫുള്ള് വെക്കാനുള്ള സ്ഥലം ഉണ്ടല്ലോ. പക്ഷെ ഇത് ഫുള്ള് തലയ്ക്കുള്ള സ്ഥലല്ലേ? തലയും ഉടലിലും ഒക്കെ ഉള്ള സ്ഥലം ഉണ്ടോ അവിടെ? ആ ഭാര്യ മരിക്കാൻ പോകുന്നതിന് പ്രോത്സാഹിപ്പിക്കുന്ന ഭർത്താവ്. മരിക്കാണ് മൊബൈലും കൊണ്ടേ ചാവുള്ളൂ. അഥവാ അവിടെ നിന്നൊക്കെ ഒരു ഫോൺ ചെയ്യണം തോന്നിയാല് യമലോകത്തുനിന്ന് കുടുങ്ങി പോകുന്നു. ചെരുപ്പ് എടാ, എനിക്ക് എന്നോട് ഞാൻ പറഞ്ഞില്ലേ ഈ വേസ്റ്റ് ഒക്കെ പോണ ഏട്ടാന്ന്. വീട്ടിലെത്തിട്ട് എന്താ ഏട്ടാ പരിപാടി? തേങ്ങ ഉണ്ടാക്കി തരും. ഞാൻ ചിക്കൻ തിന്നണ നിർത്തി. പക്ഷെ ഞാൻ തിന്നുമല്ലോ, കണ്ടാ ഞാൻ തിന്നു. ഗയ്സ്, നമ്മള് മീൽസ് കഴിക്കാൻ പോവാട്ടോ. അയ്യോ, എന്താ പറഞ്ഞ പോലെ വെള്ളോ പച്ചവെള്ളോ ഇതാണ് ഗയ്സ് ഇവിടുത്തെ ഭക്ഷണം. ഇന്നലെ കഴിച്ച ഉച്ചഭക്ഷണത്തിന് തൈര് നല്ല കട്ട നല്ല തൈരായിരുന്നു. ഇതിപ്പോ എന്തോ പതക്കുന്നൊക്കെ ഉണ്ട് ആണല്ലേ, കേടായതാന്ന് തോന്നുന്നു. എന്തായാലും കഴിക്കാം ഗൈസ്, കഴിച്ചിട്ട് കാണാം. ഇത് ബൈന്ദൂര് റെയിൽവേ സ്റ്റേഷനിലുള്ള അവിടത്തെ റെസ്റ്റോറൻ്റ് കേട്ടോ. ട്രെയിന് 3 മണിക്കൂറോളം ഡിലേ ആയിരുന്നു കേട്ടോ. ഞങ്ങള് റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് 4 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ട്രെയിൻ കിട്ടുന്നത്. ഇപ്പൊ സീറ്റൊക്കെ കിട്ടി സെറ്റായി.
വരുന്ന വഴിക്ക് ഫുഡൊക്കെ കഴിച്ചു, വീട്ടിലെത്തി, കുളിച്ചു, ഫ്രഷായി. ഇനി കിടക്കട്ടെ. അപ്പോൾ നമ്മളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.